ഹലോ ഫ്രണ്ട്സ്, സുനീറാസ് ബാംഗ്ലൂർ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി പരിപ്പ് കറി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ചെയ്തു നോക്കാത്ത ഒരു അടിപൊളി കറിയാണിത്. ഈ പരിപ്പ് കറി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. സാമ്പാർ പരിപ്പ് 1 കപ്പ്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ചേർക്കണം. ഞാൻ മുള്ളങ്കിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ മുരിങ്ങക്കായ ചേർത്താലും മതി. വലിയ ഉള്ളി 1, തക്കാളി 3, വെളുത്തുള്ളി 10 അല്ലി, മല്ലിയില കുറച്ച്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ വലിയ ഉള്ളി കനം കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി 6 അല്ലി ചതച്ചത്, കറിവേപ്പില 2 തണ്ട്, കടുക് 1/2 സ്പൂണ്, എണ്ണ 1 ടേബിൾ സ്പൂണ്. നമുക്ക് കറി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ടതാണ് ഇനി ഞാൻ പറയുന്നത്. പച്ചരി 1/4 സ്പൂണ്, ജീരകം 1/2 ടീസ്പൂണ്, ചെറുപയർ പരിപ്പ് 1/2 ടീസ്പൂണ്, ഉലുവ 1/4 സ്പൂണ്, കടുക് 1/4 സ്പൂണ്. ഇതെല്ലാം എണ്ണ ചേർക്കാതെ നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അരിയും ജീരകവും പരിപ്പും ഉലുവയും പിന്നെ കടുകും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വറുത്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിലേക്ക് പരിപ്പ് നല്ലപോലെ കഴുകി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വറുത്തെടുത്ത ജീരകം, കടുക്, ഉലുവ, അരിയും പരിപ്പും എല്ലാം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ സ്റ്റൗമ്മ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യണം. എന്നിട്ട് കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഉപയോഗിച്ച് പരിപ്പൊന്ന് ചെറുതായി ഉടച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടും ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യണം. എന്നിട്ട് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പോൾ ആവി എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പും എരിവും എല്ലാം നോക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. ഞാൻ ചെറിയൊരു പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കണം. പിന്നെ വീഡിയോയിൽ പറയാൻ ഞാൻ വിട്ടുപോയതാണ്. ഈ സമയം നമുക്ക് 4 ഉണക്കമുളകും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേഗം മൂടി വെക്കണം. ഇതിൻ്റെ സ്മെല്ല് പോവാതിരിക്കാൻ വേണ്ടിയാണ് മൂടി വെക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും നൂൽപുട്ടിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.